ക്രിസ്തുവിന് സമാനമായിട്ടുള്ള ഒരു ജീവിതാനുഭവത്തെ പരാജയമായിട്ട് തന്നെ അവർ വിലയിരുത്തുന്നത്. ചുമ്മാ അത് പറയുകയാണിത്. അതൊന്നും ചെയ്യാനാവാതെ നിസ്സഹായനായിട്ട് കൊല്ലപ്പെട്ട ഒരു വ്യക്തി കഥപ്രകാരം എന്നെ എന്തിന് കൈവിട്ടു ദൈവമേ എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അങ്ങനെ പരാജയപ്പെട്ട ഒരു മനുഷ്യൻ വിജയിച്ചു എന്ന് അതൊരു വലിയൊരു അന്ധവിശ്വാസമാണ്. 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? നമ്മൾ ഈ ഗത്സമൻ തോട്ടത്തിൽ വെച്ച് വായിക്കുമ്പോൾ നമുക്കൊരല്പം വിഷമം തോന്നും. കർത്താവേ, നിന്നെ പ്രതി എത്രയോ പേര് ധൈര്യത്തോടെ മരിച്ചു, നീ ഇങ്ങനെ വെപ്രാളപ്പെടുന്ന എന്തിനാ? നിങ്ങൾ നല്ല ചോദിക്കുക, ഒരു ഭീരുവിനെ നിങ്ങൾ കാണുന്നില്ലേ ഇതിനകത്ത്? അപ്പോൾ യേശു എന്തിനാ ഈ ഭയപ്പെട്ടത്? യേശു യഥാർത്ഥത്തിൽ ഭയപ്പെട്ടത് മരണത്തെയാണോ? അല്ല. യഥാർത്ഥത്തിൽ യേശു വെപ്രാളപ്പെട്ടത് 1 മണിക്കൂറിനെ ഓർത്തിട്ടാണ്. 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. അന്ധകാരം. ഇതെന്താ അന്ധകാരം എന്നറിയാമോ? അതായത് പിതാവും പുത്രനും സത്തയിൽ ഒന്നാണ്. അവരൊരിക്കലും വേർപിരിഞ്ഞിട്ടില്ല. അപ്പനുമായി ഈശോ അസ്തിത്വത്തിൽ ഒരിക്കലും വേർപെട്ടിട്ടില്ല. എന്നാൽ മാനവകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങളും തന്നിലേക്ക് ആവാഹിച്ചു കഴിഞ്ഞപ്പോൾ കുരിശിൽ ആ മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യുമ്പോൾ ഈശോ കുറച്ച് നിമിഷങ്ങളിലേക്ക് പിതാവുമായി വേർപെട്ടു പോകുന്ന ഒരു മഹാവേദന അനുഭവിച്ചു. അതിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കാമോ എന്നാണ് ഈശോ കരഞ്ഞുകൊണ്ടിരുന്നത്.